ഇന്ത്യയിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള നിക്ഷേപം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് യാതൊരുവിധ സംശയവുമില്ലാതെ പറയാൻ പറ്റുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റികളിലുള്ള നിക്ഷേപങ്ങളാണ്, അല്ലെങ്കിൽ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്. സാധാരണ ഗവൺമെൻറ് സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 2 വർഷങ്ങൾക്ക് മുന്നേ എന്നെപ്പോലെയോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഗവൺമെൻറ് സെക്യൂരിറ്റികൾ ഡയറക്റ്റായിട്ട് വാങ്ങുവാനായിട്ട് ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. എന്നാൽ 2 വർഷങ്ങൾക്ക് മുന്നേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI റീറ്റെയിൽ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മുഖാന്തരം ഈവൻ 10,000-ഓ 20,000-ഓ രൂപയ്ക്ക് ഗവൺമെൻറ് സെക്യൂരിറ്റികൾ സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ RBI റീറ്റെയിൽ എന്ന് പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നൽകുന്നത്. എന്നാൽ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം GSEC-ൽ, അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനൊരു പരിഹാരമായിട്ട് വർഷങ്ങൾക്ക് മുന്നേ ലോഞ്ച് ചെയ്ത ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമാണ് GSEC ഫണ്ടുകൾ. ഗവൺമെൻറ് സെക്യൂരിറ്റി ഫണ്ട്, ഇതിനെ GSEC ഫണ്ടെന്നും ഗിൽറ്റ് ഫണ്ടെന്നും വിളിക്കാറുണ്ട്. സാധാരണയായിട്ട് ഗിൽറ്റ് ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 80% ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ഷോർട്ട് ടൈം അല്ലെങ്കിൽ ലോങ് ടൈമിലേക്കുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ ഡേറ്റഡ് സെക്യൂരിറ്റികളിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് ബോൺസുകളിലുമാണ് സാധാരണയായി നിക്ഷേപം നടത്തുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇക്വിറ്റി ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡെറ്റ് ഫണ്ടുകളുടെ കാറ്റഗറിയിൽ പെടുന്ന ഒരു ഫണ്ടാണ് ഗിൽറ്റ് ഫണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ഏറ്റവും സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റികളിലുള്ള നിക്ഷേപങ്ങളാണ്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഗിൽറ്റ് ഫണ്ടുകളിലോ ഗവൺമെൻറ് സെക്യൂരിറ്റി ഫണ്ടിലോ അല്ലെങ്കിൽ നേരിട്ടോ ഗവൺമെൻറ് സെക്യൂരിറ്റികൾ വാങ്ങുമ്പോൾ കുറേ അധികം റിസ്ക്കുകൾ അതിന് അസോസിയേറ്റഡ് ആയിട്ടുണ്ട്. എന്താണ് ഗവൺമെൻറ് സെക്യൂരിറ്റികളിലോ അല്ലെങ്കിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിലോ നിക്ഷേപങ്ങൾ നടത്തിയാലുള്ള റിസ്ക്കുകൾ? ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം എന്താണ് ഗിൽറ്റ് ഫണ്ടെന്നും എങ്ങനെയാണ് ഗിൽറ്റ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതെന്നും ഗിൽറ്റ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയാൽ പെർസെൻറ്റേജ് റിട്ടേൺസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, ഇതേക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. സാധാരണയായിട്ട് നമ്മൾ ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിൽ, അതായത് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ട് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് തരുന്ന സെക്യൂരിറ്റികളെയാണ് സാധാരണയായിട്ട് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റികൾ ഫിക്സഡ് ആയിട്ടും റെഗുലറായിട്ടും ഗ്യാരണ്ടീഡ് ആയിട്ടും റിട്ടേൺസ് കൊടുക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. സാധാരണയായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റഡ് സെക്യൂരിറ്റികൾ 5 വർഷം മുതൽ 50 വർഷം വരെയും മെച്യൂരിറ്റി പീരീഡുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റികൾ ഇന്ത്യ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിൽ ബേസിക്കായിട്ടും നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നമുക്ക് കൂപ്പണാണ് ലഭിക്കുക. അവിടെ ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു വാക്ക് യൂസ് ചെയ്യാറില്ല. ഗവൺമെൻറ് സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുമ്പോൾ സാധാരണയായിട്ട് കൂപ്പൺസ് ആണ് നമുക്ക് ലഭിക്കുക. അത് സാധാരണയായിട്ട് നൽകുന്നത് 6 മാസത്തിലൊരിക്കലാണ്. ഓരോ ഗവൺമെൻറ് സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യുമ്പോഴും അതിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ കൂപ്പൺ റേറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റി നമ്മൾ വാങ്ങുമ്പോൾ അതിന് മെച്യൂരിറ്റി പീരീഡ് വരെയും നമുക്ക് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് ആ പറയുന്ന ഇൻ്റർവെല്ലിൽ നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ നിക്ഷേപം നടത്തിയ പണവും നമുക്ക് തിരിച്ചു തരും. പിന്നെ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തിയാൽ റിസ്ക് ഉണ്ടെന്ന് പറയുന്നതിൻ്റെ കാര്യം? സാധാരണയായിട്ട് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലോ ബോണ്ടുകളിലോ ഡിബഞ്ചേഴ്സുകളിലോ നമ്മൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ 2-3 തരത്തിലുള്ള റിസ്ക്കുകൾ ഇൻവോൾവ് ആണ്. ഒന്നാമത്തെ റിസ്ക് എന്ന് പറയുന്നത് ഡിഫാൾട്ട് റിസ്ക്. ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഡിഫാൾട്ട് റിസ്ക് എന്ന് പറയുന്നത് 0 ആണ്. ഡിഫാൾട്ട് റിസ്ക് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം തിരിച്ചു തരുന്നതിന് ഡിഫാൾട്ട് വരുത്തുക, അതോടൊപ്പം തന്നെ ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് നമുക്ക് തരുന്നതിന് ഡിഫാൾട്ട് വരുത്തുക. ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റിയിൽ ഏറ്റവും വലിയൊരു റിസ്ക് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ആണ്. നമ്മുടെ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നതോടനുസരിച്ച് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് ചേഞ്ച് വരുത്തുന്നതിനനുസരിച്ച് ബോണ്ടിൻ്റെ പ്രൈസിലും വ്യതിയാനങ്ങൾ വരാം. ഇൻട്രസ്റ്റ് റേറ്റും ബോണ്ടിൻ്റെ പ്രൈസും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണുള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് ബോണ്ടിൻ്റെ പ്രൈസ് കുറയും, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് ബോണ്ടിൻ്റെ പ്രൈസ് കൂടും. ഇപ്പോൾ നിങ്ങളൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റി വാങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. RBI വരുന്ന മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോണ്ടിൻ്റെ പ്രൈസ് കൂടും.
അപ്പോൾ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ കളക്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് പല തരത്തിലുള്ള പല മെച്യൂരിറ്റിയിലും പല ഇൻട്രസ്റ്റ് റേറ്റും കിട്ടുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റികളിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റികളിലോ ആയിരിക്കാം അവർ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ബോണ്ട് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അത് അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഈ ബോണ്ടുകളുടെ പ്രൈസ് കൂടുകയും നിങ്ങൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഫണ്ടുകളുടെ NAV കൂടുകയും ചെയ്യും. അഥവാ RBI ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുവാനായിട്ടുള്ള ഒരു ഡിസിഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ NAV നാച്ചുറലായിട്ട് കുറയുകയും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന റിട്ടേൺസിന് അതിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള കുറവ് വരികയും ചെയ്യും. ബോണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിൽ മറ്റൊരു റിസ്ക് എന്ന് പറയുന്നത് റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്കാണ്. പല സമയങ്ങളിലും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കുന്ന ബോണ്ടുകളായിരിക്കും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോ റേറ്റ് ഏറ്റവും കൂടുതലുള്ള സമയം, അതോടൊപ്പം തന്നെ ബാങ്കുകളും ഇപ്പോൾ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റും ഇപ്പോൾ ബോണ്ടുകൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഹയർ റേറ്റ് ആണ്. 10%, 12% മറ്റും ബോണ്ടുകൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്ന കമ്പനികളുണ്ട്. അതേപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റികളിലും 7.5% മേളിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കാറുണ്ട്. നിങ്ങൾ ഈ ബോണ്ടുകൾ വാങ്ങുന്നത് 5 വർഷത്തേനോ 10 വർഷത്തേനോ 20 വർഷത്തേനോ കാലത്തേക്കായിരിക്കാം. ഈ ബോണ്ട് മെച്യൂർ ആകുന്ന സമയത്ത് ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു പോയി എങ്കിൽ നിങ്ങളിപ്പോൾ 10% നിക്ഷേപം നടത്തിയിരിക്കുന്ന ബോണ്ട് മെച്യൂർ ആകുന്ന സമയത്ത് ചിലപ്പോൾ 5%-നോ 6%-നോ നിങ്ങൾക്ക് ഇത് റീഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോ അലോക്കേഷൻ്റെ ഒരു പോർഷൻ നിശ്ചയമായിട്ടും ഇതേപോലെയുള്ള ഡെറ്റ് ഫണ്ടുകളിലും ഗവൺമെൻറ് സെക്യൂരിറ്റി ഫണ്ടുകളിലും അലോക്കേറ്റ് ചെയ്യണം. നമ്മുടെ ഇൻവെസ്റ്റബിൾ എമൗണ്ടിൻ്റെ അല്ലെങ്കിൽ കോർപ്പസിൻ്റെ 100% ഇക്വിറ്റിയിൽ നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. പലപ്പോഴും നിങ്ങളുടെ ഫൈനാൻസ് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ റീഅലോക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റ് അനുസരിച്ച് റിട്ടേൺ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നിങ്ങൾ എത്ര നാളത്തേനാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോളിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് പല സമയങ്ങളിലും നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ വാല്യൂ നമ്മൾ റീഅലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം പലപ്പോഴും നമ്മൾ ഡെറ്റ് പോർഷനിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൂട്ടാറുണ്ട്. ഇക്വിറ്റി വളരെ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പലപ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോ അലോക്കേഷൻ്റെ നിങ്ങളുടെ ഏജ് അനുസരിച്ചിട്ട് നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റ് അനുസരിച്ചിട്ട് പല സമയങ്ങളിലും നമ്മളൊരു 30%-ൽ കൂടുതലൊക്കെ ഇതേപോലെയുള്ള ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിൽ നിക്ഷേപം നടത്താറുണ്ട്. അപ്പം ഇക്വിറ്റി മാർക്കറ്റ് എന്നും ഇതേപോലെയുള്ള റിട്ടേൺസ് നമുക്ക് നൽകുമെന്ന് ഉറപ്പില്ല. പല സമയങ്ങളിലും ഇക്വിറ്റി മാർക്കറ്റ് 2 മാസത്തേനോ 3 മാസത്തേനോ 6 മാസത്തേനോ ഒക്കെ ഡൗൺവേർഡ് ട്രെൻഡിൽ പോയിരിക്കുന്ന ചരിത്രം നമുക്കുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ പോർട്ട്ഫോളിയോനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ ഓവറോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂവിനെ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ പോർട്ട്ഫോളിയോ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അലോക്കേറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് ടൈപ്പിലും കാറ്റഗറിയിലുമുള്ള അസറ്റുകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുന്നത്. പോർട്ട്ഫോളിയോയിലും ഇക്വിറ്റി അലോക്കേഷൻ ഉപരിയായിട്ട് ഇതേപോലെയുള്ള ഡെറ്റ് ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റികൾ 100% ഗ്യാരണ്ടീഡും സെക്യൂർഡുമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ തന്നെയും മാർക്കറ്റിൽ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ വ്യതിയാനം ഈ ബോണ്ടിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റിയുടെ പ്രൈസിനെയും അഫക്റ്റ് ചെയ്യാം. നിങ്ങളൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റി വാങ്ങി അതിന് മെച്യൂരിറ്റി വരെ നിങ്ങൾ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ റിസ്ക് ഒന്നുമില്ല. നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റും മെച്യൂർ ആകുന്ന സമയത്ത് നിങ്ങളുടെ ബോണ്ടിൻ്റെ ഫേസ് വാല്യൂ നിങ്ങൾക്ക് തിരിച്ചു നൽകും. സാധാരണയായിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട് റൂട്ടിലാണ് ഗിൽറ്റ് ഫണ്ടുകളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റി ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നത്. ഗിൽറ്റ് ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ നമ്മൾ നോക്കിയാൽ പല സമയങ്ങളിലും അവർ 30 അല്ലെങ്കിൽ 40 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റികൾ അവർ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. ഒരു ഡെറ്റ് ഫണ്ട് മാനേജ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ മാനേജറെ സംബന്ധിച്ചിടത്തോളം പല ഡ്യൂറേഷനിലുള്ള പല മെച്യൂരിറ്റികളുള്ള സെക്യൂരിറ്റികളായിരിക്കും ഹോൾഡ് ചെയ്യുക. ഗവൺമെൻറ് സെക്യൂരിറ്റി ഫണ്ടുകളിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർ ലോങ് ടേം ആയിട്ടുള്ള നിക്ഷേപം ഇക്വിറ്റി മാർക്കറ്റിൽ തന്നെ നടത്തുന്നത് പോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള ഒരു നിക്ഷേപമായിരിക്കണം ഗിൽറ്റ് ഫണ്ടുകളിലും ചെയ്യുവാനായിട്ട്. സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മുടെ റിപ്പോ റേറ്റ് ചേഞ്ചുകളൊന്നും വന്നിട്ടില്ല. ഇനി വരാനിരിക്കുന്ന RBIയുടെ മോണിറ്ററി പോളിസികളിൽ അതായത് ഒരു ക്വാർട്ടറോ അല്ലെങ്കിൽ 2 ക്വാർട്ടറോ കഴിഞ്ഞതിന് ശേഷം റിപ്പോ റേറ്റ് കുറയുന്നതിനുള്ള ചാൻസ് ഉണ്ട്. ഗിൽറ്റ് ഫണ്ടുകളിലാണ് നിങ്ങൾ നിക്ഷേപം നടത്തിയിരിക്കുന്നതെങ്കിൽ RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും
ആ ഗിൽറ്റ് ഫണ്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റികളുടെ പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്യും. അതിൻ്റെ റിസൾട്ടായിട്ട് ഫണ്ടുകളുടെ NAV കൂടുകയും നമുക്ക് ലഭിക്കുന്ന റിട്ടേൺസ് കൂടുകയും ചെയ്യും. ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഗിൽറ്റ് ഫണ്ടും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും പല ഫണ്ടുകളുടെയും പെർഫോമൻസ് ഡിഫറൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ ഇക്വിറ്റി ഫണ്ടുകളുടെ റിട്ടേൺസ് പറയുമ്പോൾ 12%, 15%, 20% എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഗിൽറ്റ് ഫണ്ടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിട്ടേൺസ് ഒരു 7%-നും 10%-നും ഇടയിലായിരിക്കും. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഗിൽറ്റ് ഫണ്ടിൽ നിക്ഷേപം നടത്തുന്ന ഒരു വ്യക്തിയാണ്. HDFC ഗിൽറ്റ് ഫണ്ട്, ICICI പ്രൂഡൻഷ്യൽ ഗിൽറ്റ് ഫണ്ട്, കോട്ടക് ഗിൽറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്, SBI മാഗ്നം ഗിൽറ്റ് ഫണ്ട് എന്നിങ്ങനെ 4-5 മ്യൂച്വൽ ഫണ്ടുകളുടെ ഗിൽറ്റ് ഫണ്ടിൽ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് എനിക്കൊരു വലിയൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആവറേജ് എനിക്ക് ഇതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ഒരു 7%-നും 8%-നും ഇടയിലാണ്. അപ്പം ഞാനൊരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ എൻ്റെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ പോർട്ട്ഫോളിയോയുടെ അലോക്കേഷൻ ഞാൻ ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും ഞാൻ ഇതേപോലെയുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റി ഫണ്ടുകളിലും അതേപോലെ തന്നെ ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മറ്റ് ഡെറ്റ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിൻ്റെ ആവശ്യമുണ്ട്. കാരണം എൻ്റെ പോർട്ട്ഫോളിയോയുടെ ഓവറോൾ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിന് ഇത് അത്യാവശ്യമാണ്. ഇന്ത്യയിൽ നിന്ന് ബാങ്ക് റേറ്റ് അല്ലെങ്കിൽ റിപ്പോ റേറ്റ് കട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ നടത്തിയിരിക്കുന്ന ഗിൽറ്റ് ഫണ്ടിലുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് കൂടുതൽ ബെനിഫിറ്റ് എനിക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഗിൽറ്റ് ഫണ്ടുകൾ കഴിഞ്ഞ ഒരു വർഷം നൽകിയിരിക്കുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 7% മുതൽ 9%-ന് മേളിൽ വരുന്നുണ്ട്. എൻ്റെ ഈ ഗിൽറ്റ് ഫണ്ടിലുള്ള നിക്ഷേപങ്ങൾ ഏകദേശം ഒരു 3-4 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന റിട്ടേൺസ് ഒരു 7%-നും 8%-നും ഇടയിൽ നിൽക്കുന്നത്. ഇപ്പോൾ 1 ഇയർ റിട്ടേൺസ് പല മ്യൂച്വൽ ഫണ്ടുകളും ഞാൻ പറഞ്ഞതുപോലെ 7% മുതൽ 9%-ൽ കൂടുതൽ വരെയും റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ICICI പ്രൂഡൻഷ്യൽ ഗിൽറ്റ് ഫണ്ട് ഏകദേശം 8.4%, SBI മാഗ്നം ഗിൽറ്റ് ഫണ്ട് ഏകദേശം 9%, കോണ്ട് ഗിൽറ്റ് ഫണ്ട് 7.7%, DSP ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഫണ്ട് 9.4%, ആദിത്യ ബിർള ലൈഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഫണ്ട് 9.3%, PGIM ഇന്ത്യ ഗിൽറ്റ് ഫണ്ട് 9.4%. റെക്കോർഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു വർഷത്തെ റിട്ടേൺസ് ആണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ റിട്ടേൺസ് വേരി ചെയ്യാം. ഒരു ബോണ്ടിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റിയുടെ പ്രൈസ്, RBIയുടെ റിപ്പോ റേറ്റ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ചേഞ്ചുകൾ, അങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഗിൽറ്റ് ഫണ്ടിൻ്റെ അല്ലെങ്കിൽ ബോണ്ടുകളുടെ പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഇക്വിറ്റി ഫണ്ടുകൾ പോലെ തന്നെ റിസ്കി ആയിട്ടുള്ള ഫണ്ടുകളാണ് ഡെറ്റ് ഫണ്ടുകളും ഗിൽറ്റ് ഫണ്ടുകളും. അപ്പം നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ്റെ പാർട്ടായിട്ട് നിങ്ങളുടെ ഓവറോൾ പോർട്ട്ഫോളിയോ അലോക്കേഷൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഇതേപോലെയുള്ള ഗിൽറ്റ് ഫണ്ടുകളിലും ഡെറ്റ് ഫണ്ടുകളിലും നിക്ഷേപം നടത്തുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.